ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാന കേന്ദ്രങ്ങളിലൊന്ന് അവൻ്റെ കുടുംബമാണ്. ജോലി തിരക്കുകളും മറ്റു സങ്കടങ്ങളും സ്ട്രെസ്സുകളും പ്രയാസങ്ങളും എല്ലാം മറന്ന് നമ്മൾ ഓടിയെത്തുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. എന്നാൽ ഇന്ന് പല കുടുംബങ്ങളിലും ആ സമാധാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബജീവിതം സന്തോഷഭരിതമാക്കാൻ ഏറ്റവും അത്യാവശ്യമായ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് വിട്ടുവീഴ്ച, മറ്റൊന്ന് സ്നേഹം, മറ്റൊന്ന് നന്ദി. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വീടൊരു കൊച്ചു സ്വർഗമായിട്ട് മാറും. ഒന്നാമത്തെ കാര്യം വിട്ടുവീഴ്ച. ഒരു കുടുംബമാകുമ്പോൾ അവിടെ 2 വ്യത്യസ്ത സ്വഭാവമുള്ള മനുഷ്യരാണ് ഒന്നിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സ്വാഭാവികമാണ്, ഉണ്ടാവും. അവിടെയാണ് വിട്ടുവീഴ്ച എന്ന വലിയ ഗുണം നമുക്ക് വേണ്ടത്. തെറ്റുകൾ ക്ഷമിക്കാനും വിട്ടുകളയാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. വലിയ അഫു വലിയ സ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. ഈ ആയത്തൊന്ന് മനസ്സിൽ കയറി കഴിഞ്ഞാൽ എത്ര സുന്ദരമായിരിക്കും കുടുംബജീവിതം. ഖുർആൻ ചോദിക്കുകയാണ്, അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഒരു ചോദ്യമാണല്ലോ അത്. അപ്പോൾ നമ്മുടെ പങ്കാളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അത് പിടിച്ച് തൂങ്ങി വഴക്കുണ്ടാക്കി അങ്ങനെയല്ല വേണ്ടത്. അള്ളാഹു നമുക്ക് പുറത്തു തരുന്നത് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. നമ്മൾ അള്ളാഹുവിൽ നിന്ന് പൊറുക്കെല്ലാം തേടുന്നു, ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മളോട് ചെയ്ത തെറ്റുകളൊന്നും പൊറുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇതെന്തൊരു വിരോധാഭാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു അടിമ, ഒരു മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്യുന്നത് വഴി അള്ളാഹു അവൻ്റെ അന്തസ്സും ആദരവും വർദ്ധിപ്പിക്കുകയുള്ളൂ. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ ഗ്രേഡ്, നമ്മുടെ എല്ലാം കൊണ്ട് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം സ്നേഹവും കാരുണ്യവും. കേവലം വാക്കുകളിൽ മാത്രമുള്ള അല്ലെങ്കിൽ ബെഡ്റൂമിൽ മാത്രമുള്ള ചെറിയ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ശീലിച്ചു വന്ന ചില കാര്യങ്ങൾ, അതിൽ മാത്രമല്ല ഈ സ്നേഹം. പരസ്പരം മനസ്സിലാക്കുന്ന, കെയർ ചെയ്യുന്ന സ്നേഹം, അത് വേണം. അള്ളാഹു ഖുർആനിൽ വിവാഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് ഈ സ്നേഹത്തെയും കാരുണ്യത്തെയാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ഈ ദാമ്പത്യ ഒരു ദൃഷ്ടാന്തമാണ്. അതിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ മവദ്ദത്ത്, റഹ്മത്ത്, സ്നേഹവും കാരുണ്യവും. ഭാര്യയും ഭർത്താവും പരസ്പരം കാണുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാരോട്, അവിടുത്തെ ഭാര്യമാരോട് എത്രമാത്രം സ്നേഹത്തോടെയും മാന്യതയോടുമാണ് പെരുമാറിയിട്ടുള്ളത്. എത്രമാത്രം സ്നേഹത്തോടെയും മാന്യതയോടുമാണ് പെരുമാറിയിട്ടുള്ളത്. നമ്മളത് ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. സത്യവിശ്വാസികളിൽ ഈമാൻ കൊണ്ട് ഏറ്റവും പൂർണ്ണതയുള്ളവൻ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. അതുപോലെ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവരുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സ്ഥിതി എന്താണ്? ആണിൻ്റെ കാര്യം മാത്രമല്ല, പെണ്ണിൻ്റെയും കൂടി കാര്യമാണ് ഞാൻ പറയുന്നത്. വീടിന് പുറത്ത് നല്ല ഒരു വ്യക്തിയാവുകയും വീട്ടിൽ വലിയ ദേഷ്യത്തിൻ്റെ ആളാവുകയും ചെയ്യുന്നതല്ല സ്നേഹം. അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന ദാമ്പത്യം. സ്നേഹം വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്, പിന്നെയാണ് നാട്ടിലും സമൂഹത്തിലും. മൂന്നാമത്തെ കാര്യം നന്ദിയാണ്. നന്ദി കാണിക്കുക. പങ്കാളി നമുക്ക് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരോട് നന്ദിയുള്ളവരാകണം. അത് പറയാൻ മടിക്കുകയും വേണ്ട. ഭാര്യ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണത്തിന് ഭർത്താവ് നന്ദി പറയുന്നതിൽ എന്താണ് കുറവ്? ഭർത്താവ് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിനെ ഭാര്യ അഭിനന്ദിക്കുക, അതിൽ നന്ദി കാണിക്കുക. ഈ ഒരു നല്ല സ്വഭാവം ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും.
നന്ദി കാണിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതിലൊരു അണ്ണുമണി തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. അത് ശരിക്കും നടപ്പിലാകുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. പലപ്പോഴും നമ്മളത് ചെയ്യാത്തത് കൊണ്ടാണ് ആ റിസൾട്ട് നമ്മളിൽ കാണാത്തത്. നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും വർധനവുണ്ടാവും, അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. നമ്മൾ പരസ്പരം നന്ദിയുള്ളവരാകുമ്പോൾ അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ കൂടുതൽ ബർക്കത്തും സന്തോഷവും ഒക്കെ നൽകും. മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുന്നില്ല എന്നാണ് ഹദീസുള്ളത്. ഇത് നിസ്കാരമുണ്ട്, സ്വലാത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭാര്യയോട് നന്ദിയില്ല, അല്ലെങ്കിൽ ഭർത്താവിനോട് നന്ദിയില്ല. പിന്നെ നിങ്ങൾ ഈ ദിക്റും കാര്യമൊക്കെ ചൊല്ലിയിട്ട് എന്താണ് കാര്യം? കാരണം നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയിൽ ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്, മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവോട് നന്ദി കാണിക്കുന്നവനാവുകയില്ല. പങ്കാളിയുടെ പോരായ്മകൾ മാത്രം നോക്കാതെ അവർ നമുക്ക് ചെയ്തു തരുന്ന നന്മകളെ കൂടി ഓർത്ത് നന്ദിയുള്ളവരാവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതം സന്തോഷമുള്ളതാക്കാൻ വലിയ പണമോ ആഡംബരമോ ഒന്നിൻ്റെ ആവശ്യമില്ല. അതൊക്കെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ പരസ്പരമുള്ള വിട്ടുവീഴ്ചയും മനസ്സറിഞ്ഞുള്ള സ്നേഹവും ചെയ്ത നന്മകൾക്കുള്ള നന്ദിയും ഇതൊക്കെ ഉണ്ടായാൽ തന്നെ നല്ല സന്തോഷമായിരിക്കും. അള്ളാഹു നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.